പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ക്വാളിറ്റി ലീഡ്സ് ലഭിക്കുന്നില്ല. അതിന് എന്ത് പരിഹാരം? അതിന് ലീഡ് ജനറേഷൻ ആഡിനകത്ത് നല്ല ക്വാളിറ്റി ലീഡ്സ് ലഭിക്കാനുള്ള ലീഡ് ഫോമിനെ പറ്റിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചില എക്സാമ്പിൾസ് ഒന്ന് കാണാം. ഇപ്പം ഞാനിവിടെ ഫേസ്ബുക്ക് എടുത്തൊന്ന് സ്ക്രോൾ ചെയ്യാണ്. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. ട്രേഡ് മാർട്ട്. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽസ് സെല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൽ ക്ലിക്ക് ചെയ്തപ്പം നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ചോദിക്കുന്നുണ്ടോ, ഹൗ മെനി ക്വാണ്ടിറ്റി, മേ ഐ നോ ഹൗ മെനി ക്വാണ്ടിറ്റി യു റിക്വയർ, ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ വാലിഡ് വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നു, വാലിഡ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ പറയുന്നു. ഇതെല്ലാം പറയുന്നത് കസ്റ്റം ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. കസ്റ്റം ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പേര്, ഇമെയിൽ അഡ്രസ്സ് എല്ലാം ഓട്ടോ ഫിൽ ആവുന്നത്. ഇതേപോലെ പല ടൈപ്പിലുള്ള ആഡുകളിലും നമുക്കിത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ നോക്കിയ സ്കോഡയുടെ ഒരു പരസ്യം വന്നിരിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ ചോദിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് ഏത് സിറ്റി ആണെന്നൊക്കെ ചോദിക്കുന്നത്. ഡീലർ നെയിം സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം കസ്റ്റം ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും താഴേക്ക് വരുമ്പോൾ മറ്റൊരു പരസ്യം നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു ഫ്ലാറ്റിന്റെ പരസ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പം ചോദിക്കുന്നുണ്ടോ, 2 BHK ആണോ, 3 BHK ആണോ, 4 BHK ആണോ നിങ്ങൾ നോക്കുന്നത്, ബഡ്ജറ്റ് എത്രയാണ്. എനിക്ക് ബഡ്ജറ്റ് ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. 1 കോടി മുതൽ ഉള്ള ഫ്ലാറ്റുകളാണ് അവർക്കുള്ളത്. അപ്പോൾ 1 കോടിയും 1.5 CR ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് താഴെയുള്ളവർ ഇത് ഫില്ല് ചെയ്യാതെ വിടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വാളിറ്റി ലീഡ്സ് ലഭിക്കും. ആ ഒരു കപ്പാസിറ്റി ഉള്ളവർ മാത്രമായിരിക്കും ഫില്ല് ചെയ്ത് മുന്നോട്ട് പോയി ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് കസ്റ്റം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ കസ്റ്റം ക്വസ്റ്റ്യൻസ് നമുക്ക് ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ സാധിക്കും. ഫേസ്ബുക്കിലെ ലീഡ് ജനറേഷൻ ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത്. ലീഡ് ജനറേഷൻ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലീഡ് ജനറേഷൻ ആഡിനെ പറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ലീഡ് ജനറേഷൻ ആഡിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് ക്രിയേറ്റ് എ ഫോം ഓപ്ഷൻ ലഭിക്കും. ഒരു ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലീഡ് ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത് നമുക്ക്. ഈ ക്വസ്റ്റ്യൻസിനകത്ത് പലരും ഫില്ല് ചെയ്യാതെ വിടുന്ന ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഏരിയയിലുള്ള കസ്റ്റം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കസ്റ്റം ക്വസ്റ്റ്യൻസിൽ നമുക്ക് വാട്സപ്പ് നമ്പർ ചോദിക്കാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ്, ആർ യു ഇൻട്രസ്റ്റഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ടീഷണൽ ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്കോർ എടുത്ത് കണ്ടീഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്നത് ഫില്ല് ചെയ്യുമ്പോൾ ഇന്ന ഓപ്ഷൻസ് താഴെ കാണിക്കും. അപ്പം കേരള ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഡീലേഴ്സിനെ കാണിക്കും. അതൊക്കെ നമുക്ക് വരുന്നത് ഈ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിലാണ്. ഈ രീതിയിലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയും അതിനുശേഷം പ്രീഫിൽ ക്വസ്റ്റ്യൻസ് താഴെ, ഇതെല്ലാം പ്രീഫിൽ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഇമെയിൽ, ഫുൾ നെയിം, ജോബ്, ഫോൺ നമ്പർ എല്ലാം പ്രീഫിൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് കസ്റ്റമർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ആയിക്കോളും. അപ്പോൾ അവിടെ ആ പ്രീഫിൽ ക്വസ്റ്റ്യൻസ് മാത്രം കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലീഡ്സിന് ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ കസ്റ്റം ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നല്ല ക്വാളിറ്റി ലീഡ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ്, എല്ലാ ആഴ്ചകളിലും നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സൂമിലൂടെയാണ് ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വീഡിയോയിലോ വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.